എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരത്. കണ്ണൂർ കൾച്ചറൽ അസോസിയേഷൻ നവി മുംബൈ നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇപ്രാവശ്യം അത് നമ്മുടെയൊക്കെ അഭിമാനമായ നമ്മുടെ ചക്കര സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അണ്ണാച്ചിക്കാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്, പിന്നെ കാണാൻ സുന്ദരനാണ്. ഈസ് എ സെക്സി മ്യൂസിക് ഡയറക്ടർ. അണ്ണാച്ചി, അഭിനന്ദനങ്ങൾ. സ്നേഹം മാത്രം. ലവ് യു. നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ. കണ്ണൂർ കൾച്ചറൽ അസോസിയേഷൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംഗീത സംവിധായകനും വയലിനിസ്റ്റും എല്ലാമായ ശ്രീ ഔസേപ്പേട്ടന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുകയാണ്. ഇത് നൽകുന്ന കണ്ണൂർ കൾച്ചറൽ അസോസിയേഷനും സ്വീകരിക്കുന്ന ഔസേപ്പേട്ടനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചു. കണ്ണൂർ കൾച്ചറൽ അസോസിയേഷൻ നവി മുംബൈ നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വാങ്ങുന്ന മലയാളികളുടെ പ്രിയങ്കരനായ നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ എൻ്റെ ഗുരുനാഥൻ ഔസേപ്പച്ചൻ സാറിന് ആശംസകൾ. താങ്ക് യു വെരി മച്ച് സർ. നമ്മുടെ വാക്ക് ഇവിടെ അസ്തമിക്കുന്നു, സാറിൻ്റെ വാക്കിൻ്റെ സൂര്യൻ ഇവിടെ ഉദിക്കുന്നു. എനിക്ക് തോന്നുന്നു മാഡം കൂടി ചേർന്ന് നിന്നിട്ടൊരു മറുപടി കണ്ണൂർ കൾച്ചറൽ അസോസിയേഷൻ നൽകണമെന്ന് അഭ്യർത്ഥിക്കാം. മാഡം ചേർന്ന് നിൽക്കത്തേ ഉള്ളൂ. അതല്ലേ ആദ്യം വേണ്ടത്. സംസാരിച്ചിട്ട് കൈവിട്ട് പോകരുതല്ലോ. എന്തായാലും വളരെ വളരെ സന്തോഷം. അല്ലെങ്കിൽ എന്നും ജീവിതത്തിൽ ഓർക്കാവുന്ന ഒരു ദിനം സമ്മാനിച്ചതിന് കണ്ണൂർ കൾച്ചറൽ അസോസിയേഷന്, നവി മുംബൈയിലെ കൾച്ചറൽ അസോസിയേഷന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കിവിടെ കാണുന്നത് കണ്ണൂരിൻ്റെ മനസ്സുകളെയാണോ ഹൃദയങ്ങളെയാണോ ഇവിടെ കാണുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. മനസ്സും ഹൃദയവും ഒരുമിച്ചാണ് കാണുന്നതെന്ന് തോന്നുന്നു. അത്രയ്ക്കും നിങ്ങൾ ആസ്വദിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കലാകാരനോട് നിങ്ങൾ കാണിക്കുന്ന ഈ ആദരവ് ഇത് വളരെ വിലപ്പെട്ടതാണ്. കാരണം എനിക്കിത് നിങ്ങൾ നൽകുന്നു എന്നുള്ളതല്ല, ഇത് മറ്റുള്ളവർക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ ആകും. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പെട്ട് എന്തൊക്കെ സാധിച്ച് നമുക്ക് പലതും കിട്ടാതെ പോകാതെ കിട്ടിയിരിക്കാം, അതൊക്കെ ഭാഗ്യമാണ്. പക്ഷെ നിങ്ങൾ നൽകുന്ന ഈ ആദരവുണ്ടല്ലോ, അത് സത്യമാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്ന ഈ ചടങ്ങിൽ എനിക്ക് വളരെ വളരെ സന്തോഷവും ആത്മാർത്ഥതയോടുകൂടി തൃപ്തിയും എല്ലാം ഉണ്ട്. എനിക്ക് കിട്ടിയത്. പിന്നെ ഒരു തമാശയ്ക്ക് പറയാം, ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഇത്തിരി നേരത്തെയായി പോയി. ഞാൻ ഒരുപാട് വർക്കുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഇതൊക്കെ ഒരു റിട്ടയർമെന്റ് സ്റ്റേജൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് പറയരുത്. കാരണം ചില അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധികം ഉണ്ടാവില്ല. ഇത് അങ്ങനത്തെ അവാർഡല്ല. ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അവാർഡായിട്ട് കണക്കാക്കുന്നില്ല. അങ്ങനത്തെ ചില അവാർഡുകളുള്ള നമ്മുടെ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും നല്ല കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമാണെന്നറിയൂ ആ ജീവിതത്തില്. ഇത് ഈ വയസ്സായിട്ട് അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെയാണ് ചില അവാർഡുകൾ കിട്ടുന്നത്. പലർക്കും സങ്കടം തോന്നും അത് കാണുമ്പോൾ. അത് എന്തിനാണ് അദ്ദേഹത്തിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണോ എന്നൊക്കെ തോന്നിപ്പോകും. ഇതങ്ങനെയല്ല. ഇതിലപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. അത്യാവശ്യം തിരിച്ചറിവുകൾക്കുള്ള സമയത്തിന്റെ ഒരു അവാർഡ്. അതിന് കണ്ണൂർ കൾച്ചറൽ അസോസിയേഷന് എന്റെ ഭാഗം ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. പിന്നെ ഇവിടെ ഒരുപാട് പേര് എന്നെ കുറിച്ചിട്ട് ഒരുപാടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ധാരണയിൽ ഇരുന്നോട്ടെ. പക്ഷെ തെറ്റിദ്ധാരണകൾ കൊണ്ടിട്ട് അതില് അത്രയും വലിയ സംഭവം ഒന്നുമല്ല. എവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞില്ലേ. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ വളരെ ഒരു സാധാരണക്കാരനായ നിങ്ങളെയൊക്കെ പോലെയുള്ള ഒരു അത്രയ്ക്ക് അറിവുള്ള ഒരാളാണ്. സംഗീതത്തിനെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ട് കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റി. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി പറ്റാൻ പറ്റി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ലാഭം, അല്ലെങ്കിൽ ഒരു നിധി അവസരം.
അത് ദൈവം തന്നതാണ്. ഞാനായിട്ട് അതിന് തേടിപ്പോയതല്ല. ഞാൻ സംഗീതത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു, സംഗീതത്തിന് വേണ്ടി മാത്രം. എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം, അവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ളൊരു ഭർത്താവായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവൾക്ക് കറക്റ്റാണ്, കാരണം ഞാൻ കറക്റ്റായിരുന്നു. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സംഗീതം. പാടാൻ അറിയില്ലെങ്കിലും എന്നേക്കാൾ കൂടുതൽ സംഗീതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊക്കെ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞ് വരുമ്പോൾ അപ്പം ഞാൻ ഇടയ്ക്ക് നിർത്താൻ പറയും. ഒരു ഓട്ട ടേപ്പ് റെക്കോർഡും റേഡിയോയും വെച്ചിട്ട് ഇതിലിങ്ങനെ പഴയ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഉറങ്ങിയാലും അത് ഓടിക്കൊണ്ടിരിക്കും ഫുൾ ടൈം. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ പിന്നെ 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 എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുക? രണ്ട് വാക്ക് അവൾ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറയില്ല. നമസ്കാരം പറഞ്ഞോ? അവൾക്ക് വേണ്ടി എല്ലാവർക്കും ഒരു നമസ്കാരവും നന്ദി അവൾ മനസ്സുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് മതി. വല്ലതൊക്കെ ചോദിച്ചാൽ ഉത്തരമൊക്കെ പറയൂ കേട്ടോ. ടി വിയിലൊക്കെ 1-2 പ്രാവശ്യം ചില പരിപാടികൾക്കൊക്കെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും അത് വിട്ടേക്കാം. പിന്നെ ഇനി നമ്മൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ കുറേ സംസാരിക്കുന്നു അവിടെ ഇരുന്നിട്ട്. എൻ്റെ ശബ്ദം തന്നെ ഇത്തിരി കരകരയായിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ബോറടിപ്പിക്കുന്ന രീതിയിലും ചില സമയത്ത് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ലേ? എനിക്ക് പേടിയാണ് കൂടുതൽ. ഞാൻ വളരെ കൺട്രോൾ ചെയ്തിട്ട് സംസാരിക്കുകയാണ്. സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും. ഈ ലോകത്തില് സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അടുത്തും പറയാനുണ്ട്. ഞാനതൊരു വലിയ സംഗീതജ്ഞനായതുകൊണ്ടല്ല, ഞാൻ ഒരുപാട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചതും സംഗീതം അഭ്യസിച്ചതെല്ലാം സ്വന്തമായിട്ടാണ്. വയലിൻ എനിക്ക് ഗുരുനാഥനില്ല ശരിക്കും. നൊട്ടേഷൻ വരെ ഞാൻ തലകീഴായിട്ട് പഠിച്ചു. അതായത് ആദ്യം ഒരു ആക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആക്ഷൻ മനസ്സിലായി. ആ ആക്ഷൻ എന്താ പറയുക എന്നുള്ളത് അതിന്റെ വാക്ക് പിന്നീട് കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അങ്ങനെ ആ ആക്ഷൻ ആദ്യം പഠിച്ചിട്ട് പിന്നീട് അതിന്റെ വാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വാക്ക് നമ്മൾ പ്രയോഗിച്ചു തുടങ്ങി. അതേപോലെ മ്യൂസിക് ആദ്യം പഠിച്ചു, എന്നിട്ട് അതിന്റെ എന്താ നൊട്ടേഷൻ. സാധാരണ എല്ലാവരും നൊട്ടേഷൻ പഠിച്ചിട്ട് നൊട്ടേഷനിലൂടെയാണ് മ്യൂസിക് പഠിക്കുക. ഞാൻ ആദ്യം മ്യൂസിക് അങ്ങോട്ട് ഗ്രഹസ്ഥമാക്കിയിട്ട് പിന്നെ അതിലൂടെ നൊട്ടേഷൻ പഠിക്കുകയാണ് ചെയ്തത്, റിവേഴ്സ് ഓർഡർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഇനിയും കുറെ പാട്ടുകൾ പാടേണ്ടതായിട്ടുണ്ട്. മണി 9 കഴിഞ്ഞു അല്ലേ? 10:15 വരേക്ക് പോവാന്നൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. എനിഹൗ, let us go for the next, let us switch on to the next session. തീർച്ചയായിട്ടും പക്ഷെ അതേ സഹധർമ്മിയുടെ മൗനത്തിൽ തന്നെ ഒരുപാട് വാക്കുകളുണ്ട്, നമ്മൾ അനുഭവിക്കുന്നു. ആ കണ്ണിലൊരു നേരിയ നനവ് കൂടി ഞാൻ കാണുന്നുണ്ട്. അത് സന്തോഷത്തിൻ്റെതാണ്. KCAയുടെ ഈ വേദി ധന്യമാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് സർ. സാർ ഇവിടെ നിൽക്കണം ഒരു മിനിറ്റ്. അടുത്തതായി നേരത്തെ സഞ്ജയ് സൂചിപ്പിച്ച ഒരു അധിക സന്തോഷം കൂടി, മധുരത്തിന്റെ കൂടി ഒരു ഇരട്ടി മധുരം കൂടിയുണ്ട്. അത് KCAയുടെ ഏറ്റവും വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയാണ്. അത് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ്, അനാവരണം ചെയ്യപ്പെടുകയാണ്. ഓവർ ടു സഞ്ജയ്. സാർ, നേരത്തെ പറയണ്ടായി MG ശ്രീകുമാർ പ്രായം കുറഞ്ഞ് പാടുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു. മഹേശ്വർ, പ്ലീസ് വെൽക്കം. പ്ലീസ് put your hands together to welcome മഹേശ്വർ. ആൻഡ് മഹേശ്വരനെ സാർ നേരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം മഹേശ്വരനെ മാത്രം വിളിക്കുന്നത്. ഇന്ന് ഈ സുദിനത്തിൽ, നേരത്തെ സാർ പറഞ്ഞ ഈ സുദിനത്തിൽ, ചിങ്ങം 1 ദുർഘടം മാറിയ ദിവസം, ഒരു SV ക്രിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബം അത് ഇന്ന് റിലീസ് ചെയ്യാൻ സാറോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അത് സംഗീത സംവിധാനം നൽകിയത് മഹേശ്വറാണ്. അതിന്റെ വരികൾ എഴുതിയത് ഷീബാവാസൻ. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അതിലൊന്ന് ലോഞ്ച് ചെയ്യണം. ഇതിലെ അത്ഭുതം ഇത്രയേ ഉള്ളൂ, ഇത് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, MG ശ്രീകുമാർ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ലോഞ്ച് ഷിബ, വരികൾ എഴുതിയത് ഷീബ. മുന്നോട്ട് നിൽക്കൂ മഹേഷ്, പ്ലീസ് ഗോ. അപ്പുറം നിൽക്കൂ സാർ. ഒന്ന് ഒരു വാക്ക് പറഞ്ഞ് അനുഗ്രഹിച്ച് ഇത് ലോഞ്ച് ചെയ്താൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഇത്
വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാൻ പങ്കെടുക്കാൻ വന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോഗ്രാം പോലെ നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിന് ഞാൻ വരുന്നു, അതിന് പാട്ട് പാടിയ മഹേശ്വരൻ, ഞാൻ പേരൊക്കെ മറന്നു പോകുന്ന ഒരാളാണ് കേട്ടോ, പെട്ടെന്ന് കണ്ടുകൊണ്ടാണ്. മഹേശ്വരൻ തന്നെയാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ എന്നെ ഈ പ്രോഗ്രാമിന് ആദ്യം മുതലേ വിളിക്കുന്ന ഒരു വ്യക്തി ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. വേറെ ആരും എനിക്ക് അറിഞ്ഞൂടാ. ഫോണില് ഇദ്ദേഹത്തിന്റെ നമ്പർ വാസൻ വീരച്ചേരി. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ, പല കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം, എന്നെ ഈ പാട്ട് കേൾപ്പിക്കണം. ഇപ്പൊ ഞങ്ങളുടെ സംഗീതജ്ഞന്മാർക്കൊരു കുഴപ്പമുണ്ട്, എന്താണ് തോന്നുന്നതെന്ന് പറയും, അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പാട്ട് കേട്ടു, എനിക്ക് പൊതുവിൽ പാട്ട് കേട്ടാൽ ഞാൻ അതിന്റെ ഗ്രാമറും ഇതൊക്കെ ഞങ്ങളുടെ തലയിൽ വരുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേട്, അടുത്ത ജന്മത്തിൽ നിങ്ങളെപ്പോലെ ഒരു ഓഡിയനായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സംഗീത ആസ്വാദകനായിട്ട് ഇരിക്കണം എന്നാണ്. നിങ്ങൾ ഭാഗ്യം ജനിച്ചവരാണ്. സംഗീതം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതായത് അത് നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അതിനെ എപ്പോഴും ഒരു സംഗീതം കേൾക്കുമ്പോൾ അതിൻ്റെ ശ്രുതി, താളം, അതിൻ്റെ സംഗതി, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പാട്ട് ആസ്വദിക്കാൻ മറന്നുപോകും. അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എസ്സേ എഴുതാൻ, നോവൽ എഴുതാൻ, എന്തും ചെയ്യും. പക്ഷെ പാട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് കേൾക്കണ്ടേ, അതിനിതൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ എനിഹോ ഞാൻ ഈ പാട്ട് കേട്ടു, നന്നായിട്ടുണ്ട്, നല്ല പാട്ട്, വളരെ സിമ്പിളായിട്ടുള്ള സിമ്പിൾ വരികൾ എഴുതാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതാൻ കുറെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതാം. അത് പുസ്തകത്തിന്റെ ഹൃദയമാണ് അതിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയം കൊണ്ട് എഴുതണമെങ്കിൽ സിംപ്ലിസിറ്റിയാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ മൊസാർട്ടിനെ പറയും, മൊസാർട്ടിന്റെ മ്യൂസിക് സോ സിമ്പിൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ കമ്പോസറാണ് മൊസാർട്ട്. മൊസാർട്ടിനെ കുറിച്ചൊരു നല്ലൊരു ചിത്രമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ ത്യാഗരാജ സ്വാമിനെയാണല്ലോ, അദ്ദേഹത്തിന്റെയാണ് മോസ്റ്റ് സിംപ്ലസ്റ്റ്, ഡിഫിക്കൽട്ടി ഉള്ള ഇതുണ്ട് എങ്കിലും മോസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് ആക്സെപ്റ്റബിൾ കമ്പോസിഷൻസ് ഡൺ ബൈ ഹിം. ഇന്ന് ആർക്കും അതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാറില്ല. അതാണ് അതിന്റെ സിംപ്ലിസിറ്റി ഈസ് വെരി അത് ദാറ്റ് ഷീ ഹാസ് ഡൺ ദാറ്റ് ഫോർ ദ സോങ്. ആൻഡ് അതിന് വളരെ മാച്ചായിട്ടുള്ള ഒരു ഈണവും നൽകി MP ശ്രീകുമാർ മനോഹരമായിട്ട് ആലപിച്ചു. ഇതാണ് ഞാൻ അവരുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വല്ലാണ്ട് എക്സൈറ്റ്മെന്റ് ആയിട്ടോ എനിക്ക് അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് ഇതെന്താവും, ഇതൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടാണല്ലോ ഞങ്ങൾക്ക് പരിചയം. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ഉഗ്രം പാട്ടാണെന്ന് എനിക്ക് തോന്നും. അപ്പം അവര് മോശം എന്ന് പറഞ്ഞ് എടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് മോശമല്ലേ ആ പാട്ട്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജഡ്ജ്മെന്റ് ഉള്ളൂ. സംഗീത സംവിധായകരും സംഗീതജ്ഞർക്കും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും, അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഇത്രയും പറഞ്ഞത് ഇതിന്റെ പിന്നിൽ മറ്റൊരു രഹസ്യം, നിങ്ങൾ ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഇവിടെ പല ആവർത്തി നിങ്ങൾ ശ്രമിച്ചു നോക്കി, പറ്റിയില്ല. ഇപ്പൊ ആ ആളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. അതായത് ഒന്നുമല്ല, നീ ആ പാട്ട് കേട്ടിട്ട് ഇവര് പോയി എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് പോയി, നീ എന്താ എന്റെ അടുത്ത് പറഞ്ഞു, അതൊന്ന് റൂമിലൊരു പാട്ട് കേൾപ്പിച്ചില്ലേ അവര്, നല്ല രസമായിട്ടുണ്ട്. അത് അത്ര മതി. അവള് പറഞ്ഞതൊന്നല്ല, അവള് പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞ എക്സ്പ്രഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതാ പാട്ട്? ഞാൻ പറഞ്ഞ അവര് ചെയ്ത് നല്ല പാട്ടല്ലേ. ദ ഫസ്റ്റ് ഓഡിയൻസ്, നിങ്ങളാരും കേട്ടിട്ടില്ല പാട്ട്, അതിനു മുമ്പ് കേട്ട ഒരാളുടെ അഭിപ്രായം ഇതുപോലെ നിങ്ങൾക്ക്. there is a video is already been getting released യൂട്യൂബിലുണ്ട് ടുഡേ as on now. അപ്പൊ എല്ലാവരും അത് കാണുക. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരിലേക്ക് ഇത് കാണാനുള്ള ഒരു മെസ്സേജും കൂടി നിങ്ങളുടെ വാട്സപ്പ് മുഖേനയല്ല, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിലോ ഒക്കെ ഇട്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത്, ഇതാണ് ഒരു കലാകാരന് കിട്ടുന്ന അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നതാണ്. ഇത് ഒരുപാട് പേര് കാണുക തന്റെ കമ്പോസിഷൻ. അത് ഞാനും അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ പയ്യന്റെ ആഗ്രഹം എനിക്കറിയാം. പ്ലീസ് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം റീച്ച്
ഈ പാട്ടിന് യൂട്യൂബിൽ ഉണ്ടാവണം. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. മഞ്ഞ ചേല ചുറ്റി പൊൻകാൽച്ചിലങ്ക ചാത്തി മായ കണ്ണനായി മണിമാറി തായുറന്ന് കൊഞ്ചിയാടി നീ അരികിൽ വാവാ. മഞ്ഞ ചേല ചുറ്റി പൊൻകാൽച്ചിലങ്ക ചാത്തി മായ കണ്ണനായി മണിമാറി തായുറന്ന് കൊഞ്ചിയാടി നീ അരികിൽ വാവാ. മുന്നിൽ വന്ന നേരം വനജോപബാലനായി കൂട്ടുകൂടിയില്ലേ, ഞാൻ പാട്ടുപാടിയില്ലേ, വീണുപോതും പാട്ടുകാരനല്ലേ, എൻ ദേവനായി കൂടെ നീ വരില്ലേ. കണ്ണാ നിന്നെ കാണാനായി ഓടി വന്നു ഞാൻ, കണ്ണാ നീ ആ പടിവാതിൽ ചേർത്തടച്ചില്ലേ. താമരപ്പൂമേനിയാൽ താരകമണിമാലയായി കാൽച്ചിലങ്ക താളമായി കാതിലൂറും ഈണമായി കാണാനഴകേറും നിന്നെ കാത്തിരിക്കല്ലേ. കണ്ണാ നിന്നെ കാണാനായി ഓടിവന്നു ഞാൻ, എൻ കണ്ണാ നീ ആ പടിവാതിൽ ചേർത്തടച്ചില്ലേ. താമരപ്പൂമേനിയാൽ താരകമണിമാലയായി കാൽച്ചിലങ്ക താളമായി കാതിലൂറും ഈണമായി കാണാനഴകേറും നിന്നെ കാത്തിരിപ്പല്ലേ. കാണാനഴകേറും നിന്നെ കാത്തിരിപ്പല്ലേ. താങ്ക് യു സോ മച്ച്. എസ് ക്രിയേഷൻസിന്റെ ഈ സംഗീത ശില്പം ഇന്ന് മുതൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് പാട്ടുകളുമായി തുടരാം. സർ വരൂ സർ.